രാശിയിൽ സൂര്യൻ വരുമ്പോൾ. മീനം രാശിയിൽ സൂര്യൻ എത്തിയാൽ കലാരംഗത്ത് കഴിവുള്ളവർക്ക് അംഗീകാരം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. മീനം രാശി ശുക്രനോട് ബന്ധപ്പെട്ടതാണ്, അതിനാൽ കലയും സൃഷ്ടിപരമായ കഴിവുകളും ലോകതലത്തിൽ എത്താൻ ഇത് സഹായിക്കും. പക്ഷേ, ചില രാജ്യങ്ങളിൽ ജീവിതനിലവാരവും സ്ഥാനവും കുറയാൻ സാധ്യതയുണ്ട്. വ്യക്തികൾക്ക് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുകയും സർക്കാരിനെ ആശ്രയിക്കേണ്ടി വരികയും ചെയ്യും. ലോകവ്യാപകമായ സംഭവങ്ങൾ കാരണം ആളുകളുടെ ജീവിതത്തിൽ സമ്മർദ്ദവും സംഘർഷവും കൂടും. ടൂറിസം, ഹോസ്പിറ്റാലിറ്റി മേഖലകൾക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ഈ സമയത്ത് ആളുകൾ സൗകര്യങ്ങളെക്കാൾ പ്രായോഗികമായ പരിഹാരങ്ങൾ തിരഞ്ഞെടുക്കും. ചിലർ ചെലവുകൾ കുറച്ച് ലളിതമായ ജീവിതം തിരഞ്ഞെടുക്കും. ആരോഗ്യപരമായി ആശങ്കയും ഭീതിയും കൂടുതലാകാം. സർക്കാർ കർശനമായ നടപടികൾ എടുക്കാൻ സാധ്യതയുണ്ട്, ഇത് ജനങ്ങളുടെ സൗകര്യങ്ങളെ ബാധിക്കാം. ശനി ഇതിനകം മീനം രാശിയിൽ സൗകര്യത്തോടെ ഇരിക്കുന്ന സമയമാണ്. അതിലേക്ക് സൂര്യൻ കൂടി ചേർന്നാൽ ലോകമൊട്ടാകെ മാർക്കറ്റുകളിൽ കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലർക്കും ജോലി സുരക്ഷ കുറയാം. മേടം രാശി. ഈ സമയത്ത് നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ചെലവുകൾ കൂടാൻ സാധ്യതയുണ്ട്. മക്കൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ആത്മവിശ്വാസം കുറയുന്നതുപോലും ആരും നിങ്ങളെ വിലമതിക്കുന്നില്ല എന്ന തോന്നലും ഉണ്ടാകാം. സ്വയം പ്രേരിപ്പിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അധികാരികളുമായി തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതിനാൽ ശ്രദ്ധ വേണം. അച്ഛന്റെ ആരോഗ്യവും ചില ചെലവുകളും ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇടവം രാശി. ഈ സമയത്ത് വരുമാനത്തെക്കുറിച്ച് ആശങ്ക കൂടുതലാകും. വീട്ടിലെ കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. പലർക്കും വീട്ടിൽ നിന്ന് ജോലി ചെയ്യേണ്ടി വരാം. അവസരങ്ങൾ ലഭിച്ചാലും വീട്ടുജീവിതവും ജോലിയും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടാകാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചില സുഹൃത്തുക്കൾക്ക് സർക്കാർ ഭാഗത്തുനിന്ന് കർശനമായ നടപടികൾ നേരിടേണ്ടി വരാം. നിയമപ്രശ്നങ്ങളുള്ള കാര്യങ്ങളിൽ സുഹൃത്തുക്കൾക്ക് പിന്തുണ നൽകരുത്. മിഥുനം രാശി. സൂര്യൻ മീനം രാശിയിൽ പ്രവേശിക്കുന്ന സമയത്ത് ജോലിയിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ബോസുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പേർക്കും പ്രതിഷ്ഠയ്ക്കും പ്രത്യേക ശ്രദ്ധ വേണം. ജോലിസ്ഥലത്ത് ആശയവിനിമയ പ്രശ്നങ്ങൾ കൂടുതലാകാം. ഇന്റർവ്യൂകളിൽ നല്ല പ്രകടനം കാഴ്ചവയ്ക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ജോലി ജോയിൻ ചെയ്യുന്നതിലും ഔദ്യോഗിക കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിലും വൈകൽ ഉണ്ടാകാം. ജീവിതത്തിൽ സമ്മർദ്ദം കൂടുതലായിരിക്കും. ബിസിനസ്സിൽ പുതിയ ശ്രമങ്ങൾ തുടങ്ങാൻ നിങ്ങൾ ശ്രമിക്കാം. കർക്കിടകം രാശി. ഈ സമയത്ത് കോപം കൂടുതലാകാം, അത് നിങ്ങളുടെ സംസാരത്തിൽ പ്രതിഫലിക്കാം. കുടുംബത്തിൽ അഹങ്കാര പ്രശ്നങ്ങൾ ഉണ്ടാകാം. അച്ഛനുമായി സംസാരിക്കുമ്പോൾ ഡിപ്ലോമാറ്റിക് ആയിരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ഭക്ഷണശീലങ്ങളിൽ ശ്രദ്ധ വേണം. നിങ്ങൾക്ക് തന്നെ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടി വരാം. നല്ല പേര് നേടാൻ നിങ്ങൾ കൂടുതൽ പരിശ്രമിക്കും. അച്ഛനുമായി കൂടുതൽ സംസാരിച്ച് ഉപദേശങ്ങൾ നേടാൻ നിങ്ങൾ ആഗ്രഹിക്കും. നിങ്ങളുടെ സംസാരശൈലി അധികാരപരമായിരിക്കാം, അത് മേലധികാരികളെ അസ്വസ്ഥരാക്കാം. ചിങ്ങം രാശി. ശാസ്ത്രങ്ങളിൽ താൽപ്പര്യമുള്ളവർക്ക് ഇത് നല്ല സമയമാണ്. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. സ്ഥിരമായി വ്യായാമം ചെയ്യണം. ചെലവുകൾ കൂടുതലാകാൻ സാധ്യതയുണ്ട്. ഊർജ്ജവും ഉത്സാഹവും കുറയാം. അഹങ്കാരം കൂടുതലാകാം, അത് നിങ്ങളുടെ ചിന്തയും ആത്മവിശ്വാസവും ബാധിക്കും. ചെറിയ കാര്യങ്ങളും വലിയതായി എടുത്ത് മാനസികമായി ബാധിക്കാം. ഈ സമയത്ത് വലിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. ജീവിതത്തിൽ സ്ഥിരത കുറവായി തോന്നാം. സർക്കാർ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. പുതിയ ബിസിനസ് ആരംഭിക്കാൻ ഇത് നല്ല സമയം അല്ല. കന്നി രാശി. സൂര്യൻ മീനം രാശിയിൽ ഉള്ളപ്പോൾ കുടുംബജീവിതത്തിൽ സമ്മർദ്ദം കൂടുതലാകാം. വിവാഹം ആലോചിക്കുന്നവർക്ക് ഈ സമയത്ത് അതിനുള്ള താൽപര്യം കുറയാം. ഇതിനകം ഫൈനലൈസ് ചെയ്ത ഡീലുകൾ പോലും മുന്നോട്ട് കൊണ്ടുപോകാനും ഒപ്പിടാനും വൈകാൻ സാധ്യതയുണ്ട്. എന്നാൽ ബിസിനസ് മെച്ചപ്പെടുത്താൻ നിങ്ങൾ കൂടുതൽ പരിശ്രമിക്കും. കഠിനാധ്വാനം ചെയ്താൽ വിജയം നേടാനും കഴിയും. ചിലർക്ക് ജീവിതപങ്കാളിയിൽ നിന്ന് അകലെയിരിക്കേണ്ടി വരാം. ജീവിതപങ്കാളിക്കായി ചില ചെലവുകൾ കൂടാനും സാധ്യതയുണ്ട്. പങ്കാളിയുമായി വഴക്കുകൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. തുലാം രാശി. ഈ സമയത്ത് ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. മേലധികാരികളുമായി സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം. നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം സർക്കാർ ഭാഗത്തുനിന്ന് കർശന നടപടികൾ ഉണ്ടാകാം.
സർക്കാർ പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർക്ക് കഠിനമായി പരിശ്രമിച്ചാൽ വിജയം നേടാം. പണം വരുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാകാം. വിമർശനങ്ങൾ കാരണം മാനസിക സമ്മർദ്ദം ഉണ്ടാകാം. അധികാരികളും ഓഫീസിലും ആളുകളും സഹകരിക്കാത്തതായി തോന്നാം. ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടും. സുഹൃത്തുക്കളിൽ തർക്കം ഉണ്ടാകാം. വൃശ്ചികം രാശി. ഈ സമയത്ത് നിങ്ങൾക്ക് സ്വപ്നജോലി ലഭിക്കാൻ ഭാഗ്യം ഉണ്ടാകും. ഓഫീസ് പ്രണയത്തിന് സാധ്യതയുണ്ട്. കഴിവുകളും ടാലന്റും ഉപയോഗിക്കാൻ കഴിയുന്ന ജോലികൾ ലഭിക്കും. മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. ജോലിയിൽ പുരോഗതി ഉണ്ടാകും. നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരവും അവാർഡുകളും ലഭിക്കും. സ്വന്തം കഴിവുകൾ മെച്ചപ്പെടുത്താനും ലോകത്തിനു മുന്നിൽ മികച്ച രീതിയിൽ അവതരിപ്പിക്കാനും നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. വിദ്യാർത്ഥികൾ കഠിനമായി പഠിച്ച് നല്ല മാർക്ക് നേടാൻ കഴിയും. ധനുരാശി. സൂര്യൻ മീനം രാശിയിൽ ഉള്ളപ്പോൾ നിങ്ങൾ ഏറെ നാളായി ആലോചിച്ചിരുന്ന ഭൂമി അല്ലെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങാൻ കഴിയും. മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. കുടുംബ ബിസിനസ്സിലേക്ക് പ്രവേശിക്കാൻ ഇത് നല്ല സമയമാണ്. വിദേശത്ത് ഉള്ളവർക്ക് അവിടെ സ്ഥിരത നേടാൻ സാധിക്കും. ജോലിസ്ഥലത്ത് മേലധികാരികളുടെ പിന്തുണയും പ്രോത്സാഹനവും ലഭിക്കും. ആത്മീയതയിൽ താൽപര്യം വർദ്ധിക്കും. വിദേശക്കാരുമായി ഇടപഴകാൻ കൂടുതൽ ആഗ്രഹം ഉണ്ടാകും. പഠനത്തിൽ മുന്നേറാൻ കുടുംബത്തിന്റെ പിന്തുണ ലഭിക്കും. മകരം രാശി. ഈ സമയത്ത് നിങ്ങൾ നേരിട്ട് സംസാരിക്കുന്ന സ്വഭാവം കൂടുതലായിരിക്കും, പക്ഷേ അത് ചിലപ്പോൾ നഷ്ടങ്ങൾക്ക് കാരണമാകാം. വാരസ്യവുമായി ബന്ധപ്പെട്ട ചില രേഖകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ചെറുപ്പമുള്ള സഹോദരങ്ങളുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാം. മൊബൈൽ പോലുള്ള കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ വേണം. വിലപ്പെട്ട വിവരങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് ചില വില കൂടിയ ഉപകരണങ്ങൾ വാങ്ങാൻ സാധ്യതയുണ്ട്. ചെലവുകൾ കൂടും. സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കുംഭം രാശി. ഈ സമയത്ത് നിങ്ങൾ അഹങ്കാരത്തോടെ സംസാരിക്കാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുമായി കൂടുതൽ സംസാരിക്കും, പക്ഷേ സംഭാഷണത്തിൽ ആധിപത്യം കാണിക്കാൻ ശ്രമിക്കുന്നത് ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. കുടുംബം വിവാഹ ചർച്ചകൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് പങ്കാളികളുമായി കൂടുതൽ ആശയവിനിമയം ഉണ്ടാകും. വിദേശത്തുനിന്നുള്ള ബിസിനസ് പങ്കാളിയെ നിങ്ങൾക്ക് നിങ്ങളുടെ സംസാരശേഷി കൊണ്ട് ആകർഷിക്കാൻ കഴിയും. കുടുംബം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വലിയ പിന്തുണ നൽകും. ജീവിത പങ്കാളി നിങ്ങൾക്ക് നല്ല പേര് കൊണ്ടുവരും. മീനം രാശി. ഈ സമയത്ത് നിങ്ങൾ സ്വയം കേന്ദ്രീകൃതമായിരിക്കും. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാതെ പോകാൻ സാധ്യതയുണ്ട്. ഇത് ശത്രുക്കൾ ഉണ്ടാക്കാൻ കാരണമാകാം. എല്ലാ കാര്യങ്ങളിലും വിമർശനം നേരിടുന്ന പോലെ തോന്നാം. ഇത് നിങ്ങളെ അസ്വസ്ഥരാക്കും. ആശങ്കയും മാനസിക സമ്മർദ്ദവും കൂടുതലാകാം. ചെറിയ അപമാനങ്ങളും വലിയതായാണ് തോന്നുക. മത്സര മനോഭാവം കൂടുതലായിരിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എതിരാളികളെ കൂട്ടാം. എന്നാൽ ഈ മത്സര മനോഭാവം ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ വിജയം നേടാം. അഹങ്കാരം കൂടുതലാകാം. ബിസിനസ്സിൽ വലിയ വിജയം അനുഭവപ്പെടാത്ത സമയം ആയിരിക്കും. പുതിയ ബിസിനസ് ആരംഭിക്കാൻ ഇത് നല്ല സമയം അല്ല. പ്രശ്നങ്ങളിൽ നിന്ന് അകലെയിരിക്കുക. നിയമപരവും നൈതികവുമായ വഴികൾ പാലിക്കുക വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ജനനജാതകം വിശദമായി പരിശോധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് എന്ത് സംഭവിക്കുമെന്ന് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാം. പരിഹാരങ്ങൾ. ആദിത്യ ഹൃദയം സ്തോത്രം ജപിക്കുന്നത് സൂര്യനെ ശക്തിപ്പെടുത്താൻ വളരെ നല്ലതാണ്. അച്ഛനെയും കുടുംബത്തിലെ മുതിർന്ന പുരുഷന്മാരെയും ആദരിക്കുന്നത് നല്ല ഫലം നൽകും. ഞായറാഴ്ച ഉപവാസം പാലിക്കുകയും അതേ ദിവസം നവഗ്രഹ ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ പോകുകയും ചെയ്യുന്നത് ഏറെ ഗുണകരമാണ്. സ്വന്തം അധികാരവും ആരോഗ്യവും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഉപയോഗിക്കാതിരിക്കുക. ഇത് സൂര്യനെ ശക്തിപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. ഈ സമയത്ത് നിങ്ങളുടെ തീരുമാനങ്ങളിലും ചെലവുകളിലും വളരെ ശ്രദ്ധ വേണം. സ്വന്തം പ്രാധാന്യം കാണിക്കാനുള്ള ആഗ്രഹം കൂടുതലാകാം, അതുകൊണ്ട് അനാവശ്യ ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് സൗകര്യങ്ങളെക്കാൾ പ്രായോഗികമായ തീരുമാനങ്ങൾ എടുക്കുന്നത് നല്ലതാണ്, കാരണം സൂര്യൻ ഇപ്പോൾ ജലരാശിയായ മീനത്തിലാണ്. ഈ സമയത്ത് വികാരങ്ങൾ കൂടുതലായിരിക്കും. അതിനാൽ നിങ്ങളുടെ വികാരങ്ങളും മറ്റുള്ളവരുടെ വികാരങ്ങളും മനസ്സിലാക്കി സൂക്ഷിച്ചു പെരുമാറുക. ഓർമ്മിക്കുക, ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ പരീക്ഷണങ്ങൾ കൊണ്ടുവരാം. പക്ഷേ ശരിയായ തീരുമാനങ്ങൾ എടുത്താൽ അതേസമയം വലിയ വളർച്ചയുടെയും അവസരങ്ങളുടെയും കാലമായി മാറും. നിങ്ങളുടെ രാശി എന്താണെന്ന് താഴെ എഴുതൂ. ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചെങ്കിൽ ഇഷ്ടം അറിയിക്കാനും
മറ്റുള്ളവർക്കും പങ്കുവയ്ക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.